ദേശവാസിയായ ബാബു ആണ് ചേരുന്നത്. ബാബു, കേൾക്കാമോ? ബാബു, ഈ അപകടം നടന്ന സമയത്തുണ്ടായിരുന്നോ? ആ പ്രദേശത്തുണ്ടായിരുന്നു? അല്ലല്ല, ഇല്ല, അവിടെ നടന്ന സമയത്തില്ല. അവിടെ നടന്ന് കഴിഞ്ഞ ഉടനെ ഞാൻ ഇവിടെ എത്തിയത്. ആ പ്രദേശവാസിയാണല്ലേ? ഈ അപകടം നടന്ന സ്ഥലത്ത് തന്നെയാണോ? ബാബു, ഈ റോഡിന്റെ നിലവിലെ അവസ്ഥ എന്താണ്? വലിയ രീതിയിൽ അപകടം നടക്കുന്ന ഒരു മേഖലയാണോ അത്? അല്ല, ഇത് റോഡ് എന്ന് പറയുന്നത് മെയിൻ റോഡുണ്ട്, പട്ടപ്പാറ മെയിൻ റോഡ്. ആ റോഡ് മൊത്തത്തിൽ പൊളിച്ചിട്ട് പൊളിച്ചിട്ട് പണി നടക്കാതെ കിടക്കുകയാണ്. അപ്പൊ അതിലെ വാഹനങ്ങൾ പോകില്ല. അപ്പൊ ഇത് ഒരു ഷോർട്ട് കട്ട് കയറി വരും. ഈ വരുന്ന ഈ വാഹനം വരുന്ന സ്ഥലത്ത് നല്ല ഭയങ്കര ഹൈറ്റാണ് ഏരിയ. ആ കയറ്റത്തിൽ വരുമ്പോൾ വണ്ടി കയറിയില്ല, വണ്ടി അവിടെ നിന്നു. ഇറങ്ങി നടക്കാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് വണ്ടി ബാക്കിലോട്ട് വന്ന് ഒരു 10-40 അടി താഴ്ചയിലേക്ക് വണ്ടി മറിയുന്നത്. അതായത് മറ്റൊരു വാഹനം എത്തിയപ്പോൾ സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടമായി. അതായത് മറ്റെങ്ങോട്ടേക്കും വണ്ടി മാറ്റാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിൽ നിയന്ത്രണം നഷ്ടമായി പുറകിലേക്ക് പോവുകയായിരുന്നു. അതെ, മറ്റേ വാഹനം വന്ന മേലാണ്. ഇത് കാണുന്നില്ല, വാഹനം കയറാതെ വന്നതാണ്. നല്ല തേരിയാണ്. വണ്ടി കയറാൻ വന്ന അവിടെ വണ്ടി സ്ലോ ആയ സമയത്ത് ഇറങ്ങി അടവയ്ക്കാൻ ശ്രമിച്ച സമയത്താണ് വണ്ടി കുഴിയിലേക്ക് പോകുന്നത്. വണ്ടി റോഡ് നിർമ്മാണത്തിൽ അപാകതയുണ്ട്. റോഡൊക്കെ നല്ല ക്ലിയർ ആണ്. ഇതിന്റെ ആ ഭാഗം നല്ല തേരിയുള്ള സ്ഥലത്ത് ടൈലിട്ടുണ്ട്, ഈ ഇന്റർലോക്ക് ടൈലുണ്ട്. അത് ഗ്രിപ്പില്ല. വണ്ടി വന്നാൽ വണ്ടി പിടിച്ച് കയറത്തില്ല. അതൊരു വലിയ, അതുകൊണ്ടാണ് ഇത് മെയിനായിട്ട് സംഭവിച്ചത്. വണ്ടി വലിച്ച് പരാതികളോ പ്രതിഷേധങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്? പ്രതിഷേധങ്ങളിൽ ഇതൊക്കെ പരാതി കൊടുത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അശാസ്ത്രീയമാണ്, ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് അന്നത്തെ അധികൃതർ കേൾക്കാതെ, അത് വാക്ക് കേൾക്കാതെ ടെക്നിക്കൽ സൈഡായിട്ട് ചെയ്തേ അവര്. പക്ഷേ ഇത് വലിയ, ഇതിന് മുമ്പ് ഇവിടെ തന്നെ ഒരാൾ സ്കൂട്ടി ബൈക്ക് 2 വീലറിൽ വന്ന് വീണ് മരിച്ചു. എവിടെയാണ് പരാതി പറഞ്ഞിട്ടുള്ളത് നേരത്തെ? പഞ്ചായത്തിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. PWD ആണ് ചെയ്ത ബ്ലോക്ക്, പിന്നെ 4 കോടി രൂപയ്ക്ക് ചെയ്തവർക്കാണ്. ഓക്കെ, വളരെ നന്ദി. ബാബു ആണ് പ്രതികരിച്ചത്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും പരാതികളുണ്ട്. രണ്ട് വഴികളും കുത്തനെയുള്ള താഴ്ചയാണ് ഈ പോകുന്ന വഴിയും എന്നുള്ളതാണ്. നിയന്ത്രണം നഷ്ടമായി ബസ് മറിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.